ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനി അവരുടെ കയ്യിൽ നിന്നും ആ പേഴ്സ് വാങ്ങിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ പേഴ്സ് വാങ്ങിയിട്ട് അവരോട് പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ പേഴ്സ് മോഷ്ടിക്കുന്നത് നിങ്ങളൊരു ശരിയായ ഏർപ്പാടാണോ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അയ്യോ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഈ വാക്കുകൾ കേട്ട് നന്ദിനി അവരുടെ നിന്നും പേഴ്സ് വാങ്ങുമ്പോൾ ഈ സ്ത്രീ ആണെങ്കിൽ ഇപ്പുറത്ത് കരച്ചിലായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഈ സമയം ഈ സ്ത്രീയുടെ കയ്യിലോട്ട് ഈ പേഴ്സ് നന്ദിനി വന്ന് കൊടുക്കുകയാണ്. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുത്, താങ്കളുടെ പേഴ്സ് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയണം. അപ്പോഴേക്കും ഈ സ്ത്രീ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ. എന്നാൽ ഈ സമയം ഒരു വലിയ ഒരു ബിസിനസ്സുകാരി, അതായത് നല്ല ഒരു ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീ അവിടെ ഇങ്ങനെ കാറിൽ നിൽക്കുന്നുണ്ട്. അവരുടെ മുഖം വ്യക്തമായി കാണിക്കില്ല. അപ്പോൾ ഡ്രൈവറോട് പറയാണ്, ഡ്രൈവർ ഒരു പണി ചെയ്യൂ, നിങ്ങൾ പോയിട്ട് എനിക്ക് ഹാരം വാങ്ങി കൊണ്ടുവരൂ, 2 പൂമാലകൾ വാങ്ങി കൊണ്ടുവരൂ എന്ന് പറയാൻ കേട്ടോ. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഡ്രൈവർ ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് പൂമാല വാങ്ങിക്കുകയാണ്. അതായത് ഒരു താലികെട്ട് നടത്തുന്ന ആ ചടങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാരം ഇട്ട് കൊടുക്കുന്ന ആ മാല വാങ്ങിച്ച് അയാൾ തിരികെ വരുമ്പോൾ അയാളുടെ വണ്ടിയുടെ കീ ഒരു ഗട്ടറിന് അടിയിലോട്ട് വീഴുകയാണ് കേട്ടോ. അതേസമയം അയാൾ അത് എടുക്കാൻ മറ്റുള്ളവരോട് ആവശ്യപ്പെടണം. അപ്പോൾ അവർ പറയണത് ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല, കാരണം ഈ ഗട്ടറിൽ വീണത് കിട്ടില്ല, ഇത് തുറക്കാൻ കഴിയില്ല, ഇത് ഇങ്ങനെ ഉറപ്പിച്ച ഒരു സ്ലാബാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. ഇതേസമയം അയാൾ പറയണം, അയ്യോ എൻ്റെ മേഡം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എനിക്കിട്ട് എൻ്റെ മേഡം കൊട്ടും, അപ്പോൾ അത് ഒഴിവാക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുമോ, ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും എടുത്തുകൊണ്ടാ എന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ, അയ്യോ ഞങ്ങൾക്കിത് കഴിയില്ല എന്ന് പറയണം കേട്ടോ. അപ്പോഴേക്കും ഈ വണ്ടിയിലിരിക്കുന്ന മേഡം ഇറങ്ങി വരികയാണ് കേട്ടോ. വലിയൊരു ബിസിനസ്സുകാരി തന്നെയാണ് അവർ ഇറങ്ങി വരുമ്പോൾ അവരുടെ ഗെറ്റപ്പും ആ വേഷമൊക്കെ കണ്ട് ആരും ഒന്ന് നോക്കിപ്പോവും, അത്രയും വലിയ പണക്കാരിയാണ് കേട്ടോ. അങ്ങനെ അവർ ഇറങ്ങി വരികയാണ്. എടോ താൻ എന്താടോ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്, മേഡം നമ്മുടെ കാറിൻ്റെ കീ ഈ ഗട്ടറിനുള്ളിലോട്ട് വീണു. അയ്യോ നേരത്തിന് എനിക്ക് ആ ഫംഗ്ഷനിലോട്ട് എന്താണ് താൻ ഈ കാട്ടിയത്. അപ്പോഴേക്കും മേഡം ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, എൻ്റെ കയ്യിൽ നിന്നും അറിയാതെ വീണതാണ് എന്ന് പറയണം കേട്ടോ. അയ്യോ ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യുക, ഇനിയൊന്നും ചെയ്യാനില്ല, ഈ വണ്ടിയുടെ കീ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ കീ ഇനി ഇതിൽ നിന്നും കിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് രണ്ടാമത്തെ ചാവി ഉണ്ടാവില്ല, അത് പോയി എടുത്തോ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഈ സമയം ഈ മേഡം പറയണത് അതൊരിക്കലും നടക്കില്ലല്ലോ, ഒരു പ്രായമായ ഒരു അമ്മയാണ്, അപ്പോൾ അതൊരിക്കലും നടക്കില്ലല്ലോ, കാരണം വീട് ഒരുപാട് ദൂരത്താണ്, പിന്നെ അത് എടുത്തു വരുമ്പോഴേക്കും ഞാൻ എത്താം എന്ന് പറഞ്ഞ ആ ഫംഗ്ഷനിൽ എനിക്ക് എത്താൻ പറ്റത്തില്ല, അപ്പോൾ അതുകൊണ്ട് ഒരു ഓട്ടോ വിളിച്ച് തരുമോ ചോദിക്കുകയാണ് ആ നാട്ടുകാരോട്. അതിനെന്താ ഒരു ഓട്ടോ വിളിച്ച് തരാമെന്ന് പറയണം. അപ്പോഴേക്കും ആളുകളെല്ലാം കൂടി നിൽക്കുന്നത് നന്ദിനി കാണുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഈ ഡ്രൈവർ പറയണേ, എൻ്റെ വണ്ടിയുടെ കീ ഈ ഗട്ടറിനുള്ളിലോട്ട് വീണു എന്ന് പറയണം കേട്ടോ. അത് കേട്ടോടെ തന്നെ ഈ അമ്മ പറയണേ, ഇനിയിപ്പോൾ എന്താ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവൻ്റെ അടുത്ത് തെറ്റ്, ഇവൻ്റെ അടുത്ത് മനഃപൂർവ്വമല്ല, വേറൊരാൾ ഇങ്ങോട്ടേക്ക് കടന്നു വരുമ്പോൾ അയാൾ വന്ന് ഇയാളെ ഇടിക്കുമ്പോഴാണ് ആ ഒരു ചാവി താഴെ പോകുന്നത് കേട്ടോ. അപ്പോൾ അവൻ അത് പറയുകയാണ്. അപ്പോൾ എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് യാതൊരു കാര്യവുമില്ല, അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ വേറെ വീട്ടിൽ പോയി ചാവി എടുത്തിട്ട് നീ പോരെ, എന്തായാലും നീ ചാവി എടുത്തിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടും. അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ നന്ദിനി പറയാണ്, മേഡം പോവല്ലേ, മേഡം ഇവിടെ നിൽക്കുക, ഈ ചാവി ഞാൻ എടുത്തു തരാമെന്ന് പറയണത്. കുട്ടി എന്താ ഈ പറയുന്നത്, ഈ സ്ലാബ് ഉറപ്പിച്ച സ്ലാബാണ്, ഇത് വെട്ടിപ്പൊളിച്ച് എന്തായാലും ഇപ്പോൾ എടുക്കുന്നത് ശാശ്വതമല്ല, അതുകൊണ്ട് എനിക്കൊരു പരിപാടിക്ക് പോകണം, ഞാൻ പോട്ടെ, ഇനി ആ മാലയ്ക്ക് ഇങ്ങനെ തന്നേന്ന് പറയുമ്പോൾ നന്ദിനി പറയണേ, മേഡം എനിക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് നിൽക്കുക, മേഡത്തിൻ്റെ ചാവി ഞാൻ എടുത്തു തരാമെന്ന് പറയട്ടോ. അതോടുകൂടി ആയിക്കോട്ടെ എന്ന് ശരി എന്ന് പറയണേ. അപ്പോൾ നന്ദിനി 4 പുറമൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ കാണാം അവിടെ ഒരു ആക്രിക്കാരൻ നിൽക്കുന്നു കേട്ടോ. അയാളുടെ അരികിലോട്ട് ഓടി ചെല്ലണം. അപ്പോൾ നന്ദി ചോദിക്കണേ, നിങ്ങളുടെ കയ്യിൽ കാന്ത ഉണ്ടോ എന്ന് ചോദിക്കണം. അത് കേട്ടോടനോ ഉണ്ടല്ലോ, എന്നാ എന്ന് പറഞ്ഞിട്ട് അയാൾ കൊടുക്കണം. ഞാനൊരു 5 മിനിറ്റ് സമയത്തേക്ക് ഒന്ന് തരുമോ, അതിനെന്താ. അങ്ങനെ നന്ദിനി പിന്നീട് ഇവരുടെ അടുത്തോട്ട് വരുമ്പോൾ ഈ അമ്മ പറയുന്നുണ്ട്, എന്താ ഈ കുട്ടി കാട്ടുന്നത്. അപ്പം അവരൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്, എന്താ ഈ കുട്ടി കാട്ടുന്നത്. അപ്പോൾ നന്ദിനി ഈ അമ്മയുടെ ആൾ കൂടി നിൽക്കുന്ന ഗട്ടറിൻ്റെ അരികിലോട്ട് വന്ന് 4 പുറം വീണ്ടും നോക്കുകയാണ്. അപ്പോൾ കാണാം ഒരു മരത്തിനടിയിൽ ഒരു കയറ് കിടക്കുന്നത്. ആ കയറ് എടുക്കണം കേട്ടോ നന്ദിനി, എന്നിട്ട് ഈ കാന്തം ആ കയറിൽ കെട്ടുകയാണ്. പിന്നീട് ഈ ഗട്ടറിനുള്ളിലോട്ട് നന്ദിനി ഇടുമ്പോൾ ആ ചാവി ഈ കാന്തത്തിന് മേലെ ഒട്ടിപ്പിടിച്ച് മുകളിലോട്ട് പൊന്തി വരുന്ന ആ ഒരു സീനാണ് കേട്ടോ. അങ്ങനെ നന്ദിനിയുടെ പ്രവൃത്തി കണ്ടിട്ട് ഈ അമ്മ ആകെ ഞെട്ടിപ്പോണേ. ഈശ്വരാ എന്തൊരു നല്ലതാണ് മോള് കാണിച്ചത്, ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇത്രയും നല്ലൊരു മിടുക്കി പെൺകുട്ടിയെ എവിടെയും കണ്ടിട്ടില്ല എന്ന് പറയും കേട്ടോ.
അപ്പോൾ ഈ സമയം നന്ദിനി നീ ഈ കുട്ടിയോട് നന്ദിനിയോട് ചോദിക്കുക നീ ആരാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിവിടെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നതാണ്, എന്തായാലും നന്ദിയുണ്ട് കേട്ടോ, ഇതെടുത്ത് തന്നെ ഞാൻ പോട്ടെ എന്ന് പറയണേ. അങ്ങനെ ആ അമ്മ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ് കേട്ടോ. പിന്നീട് നന്ദിനി തൻ്റെ വീട്ടിലോട്ട് വരാൻ ഇങ്ങനെ ശ്രമിക്കുമ്പോൾ തന്നെ അതായത് ആ പേഴ്സ് തട്ടി വാങ്ങിച്ച ആ സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീ 2 ഗുണ്ടകളുമായി വരുന്ന, അവർക്ക് ഇതായിരിക്കും പണി. വേറെ ആണുങ്ങൾ സ്ത്രീകളെ അമ്പലത്തിലോട്ട് വിട്ടിട്ട് പേഴ്സും മാലയൊക്കെ കവർന്നെടുക്കുന്ന ആ ഒരു സ്വഭാവമായിരിക്കും അവർ. അപ്പോൾ ആ പെണ്ണ് ചെന്നിട്ട് ഈ ആണുങ്ങളോട് ചെന്ന് പറയാണ് അവളാണ് എന്നിൽ നിന്ന് ആ പേഴ്സ് വാങ്ങിയത്, അവൾ വെറുതെ വിടരുതെന്ന് പറയാം കേട്ടോ. അപ്പോൾ അവളെങ്ങനെ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുകയാണ്, അതിനെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതാ അവളാണ് എന്നിൽ നിന്ന് ആ പേഴ്സ് വാങ്ങിയത്, അവളെ വെറുതെ വിട. അപ്പോഴേക്കും നിൽക്കടി അവിടെ, ഞങ്ങളുടെ തൊഴിൽ നീ കൈ കടത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനിയെ ഓടിപ്പിക്കാൻ കേട്ടോ. നന്ദിനി ആണെങ്കിലോ ഓടി ഓടി ഒരു വിധമാവാണ്. പിന്നീട് നന്ദിനി ചെന്ന് കയറുന്നത് ഒരു വിഗ്രഹങ്ങളൊക്കെ വിൽക്കുന്ന ആ ഒരു പ്രദേശത്തോട്ടാണ് കേട്ടോ, അങ്ങനെ ഒരു കടയിലോട്ടാണ്. അങ്ങനെ നന്ദിനി ഒരു കാറും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദിനി ആ കാറിന് പിറകിൽ ഒളിക്കാൻ നോക്കുമ്പോഴേക്കും അവർ നിൽക്കടി എവിടെ എന്ന് പറയുമ്പോൾ നന്ദിനി കടയിനുള്ളിലോട്ട് കയറി പോവാണ് കേട്ടോ. അപ്പോൾ ഇവന്മാരും ആ കടയിനുള്ളിലോട്ട് കയറിപ്പോകും. അങ്ങനെ നന്ദിനി ആകെ കിടുകിട വിറക്കാണ്. ഈശ്വര ഇനി എന്താ ഞാൻ ചെയ്യുക എന്നുള്ള ആ ഒരു ലെവലിൽ കേട്ടോ. പിന്നീട് ഈ സമയം സൂര്യയാണെങ്കിൽ നന്ദിനിയെ അന്വേഷിച്ച് നടക്കുകയാണ്. നന്ദിനി എവിടെ പോയി എന്ന് പറയണത്. അപ്പോൾ പത്മ പറയണ അവളെ തട്ടിക്കൊണ്ടുപോകാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ, അപ്പോൾ തട്ടിക്കൊണ്ടുപോയി എന്ന വാക്ക് ഇവരിപ്പോൾ ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ നന്ദിനിയുടെ മിസ്സിങ്ങിൽ ഇവർ തന്നെ ആയിരിക്കും. ആയിക്കോട്ടെ, ഞാൻ തന്നെ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം നന്ദിനി എങ്ങോട്ടാണ് പോയതെന്ന് അറിയാതെ ഇന്ദ്രജയും വേദയും ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പത്മ അങ്ങനെ ഒരു ചിരിയോടുകൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ നേരെ നന്ദിനീനെ ആണ് കാണിക്കുന്നത്. നന്ദിനി ആ കടയിലോട്ട് എത്താണ്. അങ്ങനെ നന്ദിനി എവിടെയാണ് വിളിക്കേണ്ടതെന്ന് അറിയാതെ നേരെ ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ, അതായത് ഈ അമ്പലത്തിൽ വെച്ച് കണ്ട ആ അമ്മയുണ്ടല്ലോ, ആ അമ്മയുടെ മുന്നിലോട്ടാണ് നന്ദിനി എത്തുന്നത് കേട്ടോ. അപ്പോൾ എന്താ മോളെ എന്നെ 2-3 ഗുണ്ടകൾ എന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, അവർ എന്നെ പിറകെ ഓടി വരികയാണെന്നുള്ള സത്യം വെളിപ്പെടുത്തണം കേട്ടോ. അപ്പോൾ എന്തിനാ മോളെ, അതെനിക്കറിയില്ല, എനിക്ക് പേടിയാവുന്നു, എന്നെ ഒന്ന് രക്ഷിക്കുമോ എന്ന് ചോദിക്കണം. അതിനെന്താ മോളിങ്ങ് വാ എന്ന് പറഞ്ഞിട്ട് തൻ്റെ വണ്ടിയുടെ അടുത്തോട്ട് കൊണ്ടുപോകാനായിട്ട്. അവന്മാരൊന്നും കാണാനില്ലല്ലോ, ആരെ തൻ്റെ പിറകെ ഓടി വന്ന് ഉണ്ട്, അവർ ഈ കടയിലുണ്ട്, അവന്മാർ എൻ്റെ അരികിലോട്ട് വരുമെന്ന് പറയട്ടോ. അങ്ങനെ നന്ദിനി പുറത്ത് കടന്നുടനെ നന്ദിനി പറയണേ എന്നാൽ ഞാൻ പോട്ടെ, പെട്ടെന്ന് പോട്ടെ, അത് വേണ്ട, ഈ ഗുണ്ടകളുടെ ഇടയിൽ ഇട്ട് എനിക്കെന്തായാലും പോവാൻ കഴിയില്ല, അപ്പം നീ ഇങ്ങ് വായോ എന്ന് പറഞ്ഞിട്ട് കാറിൽ കയറ്റി കൊണ്ടുപോകണം കേട്ടോ. എന്നിട്ട് നന്ദിനിയോട് ചോദിക്കണേ നീ എങ്ങോട്ടാണ് പോകുന്നത്, നീ എവിടുത്തുകാരിയാണ്? ഞാനിവിടെ വീട്ടുവേലക്ക് വന്ന ഒരു പെൺകുട്ടിയാണ്. ആദ്യം സൂര്യ എന്ന് പറയാൻ ഒരുങ്ങെങ്കിലും പിന്നീട് പറയാണ് വീട്ടുവേലക്ക് വന്ന ഒരു പെൺകുട്ടിയാണ്. ആണോ, അപ്പോൾ നിൻ്റെ നാട്? അപ്പോൾ ആ നാട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അയ്യോ അത് ഞാനറിയുന്ന നാടാണല്ലോ, താനൂരമ്മയുള്ള നാടല്ലേ, അതെ അവിടെ അതന്നെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ നന്ദിനി പറയണേ ഞാൻ ഈ സൈഡിൽ ഇറങ്ങിക്കോളാം എന്ന് പറയണേ കേട്ടോ, ഇനി എന്നെ ഇവിടെ ഇറക്കി വിട്ടോളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നന്ദിനിയോട് പറയണം മോളെ അത് വേണ്ട, നിൻ്റെ വീട് എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വീട്ടിലാക്കി തരാം എന്നൊക്കെ പറയണത്. കാരണം എത്രയും വലിയൊരു ഉപകാരം നീ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ട് നിൻ്റെ വീട്ടിൽ ഇറക്കി വിടാതെ ശരിയല്ലല്ലോ, നിന്നെ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളതുകൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇല്ല, അവരിനി ഇത്രയും ലോങ് ഓടിയില്ല, എൻ്റെ കൂടെ അവരിനി എന്തായാലും വരില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് നന്ദിനി ആ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇതേ സമയം പത്മയുമായി സൂര്യ വഴക്കിടാണ്. തീർച്ചയായും ഇതിന് പിറകെ കളിച്ചത് ഇവർ തന്നെയാണ്, എന്തായാലും ഇവരെ ഞാൻ വെറുതെ വിടില്ല, നന്ദിനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നന്ദിനിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടുന്നത് ഒഴിവാക്കാനായിരിക്കും ഇവർ നന്ദിനിയെ ഇവിടെ നിന്ന് കടത്തിയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരമാവുകയാണ് കേട്ടോ. അപ്പോഴാണ് താൻ വിളിച്ച ആ ഗസ്റ്റ് എത്തുന്നത് കേട്ടോ. അപ്പോൾ ആ ഗസ്റ്റിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് പത്മ ഓടിച്ചെല്ലാണ്. അപ്പോൾ പത്മ പറയണേ ഞാൻ വിളിച്ച ഗസ്റ്റ് എത്തിയിട്ടുണ്ടെന്ന് പറയണേ. അപ്പോൾ അത് ഇവരുടെ ഒരു സുഹൃത്ത് തന്നെ ആയിരിക്കും, അതായത് ഇവർ കമ്പനി വലിയ വലിയ കമ്പനികളുമായി ഡീൽ ചെയ്യുന്നല്ലോ, അങ്ങനെ അതുപോലെ വേറൊരു കമ്പനിയിലെ വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന പത്മയെ പോലെ തന്നെ ഇരിക്കുന്ന അങ്ങനെ ഒരാളായിരിക്കും ആ അമ്മ. അപ്പോൾ അവരെ വരവേൽക്കുക. ഈശ്വര ഇത് ആരപ്പത്, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ യതീന്ദ്രൻ പറയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഇന്നിപ്പോൾ മാഡത്തിനെ വിളിച്ചതെന്ന് പറയാം കേട്ടോ. എന്നെ മാഡമൊന്നും വിളിക്കണ്ട, എൻ്റെ പേര് വിളിച്ചാൽ മതി. അല്ല അങ്ങനെയാണല്ലോ. അപ്പോഴേക്കും ഇതെൻ്റെ 3 മക്കളാണ്, ഇതിൻ്റെ 2 പെൺമക്കൾ, ഇതിൻ്റെ ആൺമക്കൾ, അതായത് മൂത്ത മകൾ ഇന്ദ്രജ, അതിൻ്റെ ഭർത്താവ് വിജയ്, ഈ നിൽക്കുന്നതിൻ്റെ 2ാമത്തെ മകൻ സൂര്യ, ഇത് വേദ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനിയാണ് അവിടെ വലിയൊരു ട്വിസ്റ്റ് നടക്കുന്നത്. അതായത് പത്മ വിളിച്ചു വരുത്തിയ ആ അതിഥി തന്നെയാണ് അമ്പലത്തിൽ നന്ദിനിയെ രക്ഷിച്ചിരിക്കുന്നത് കേട്ടോ. ഇനിയുള്ള എപ്പിസോഡ് ഒരു കിടുക്കൻ എപ്പിസോഡ് തന്നെയാണ്. അപ്പോൾ ആരും കാണാൻ മറക്കരുത്. നല്ല 1.5 കൊട്ടാണ്
നന്ദിനിക്കിട്ടിട്ട് പത്മക്കിട്ടിട്ട് ഇനി എന്തായാലും ഈ അമ്മ കൊടുക്കുന്ന കേട്ടോ. വന്ന അതിഥി തന്നെ, പത്മ വിളിച്ച് വരുത്തിയ ആ അതിഥി തന്നെ ഇനി പത്മക്കിട്ട് കൊട്ടുന്നതാണ് കേട്ടോ. അങ്ങനെ ഈ സമയം എല്ലാവരും അവരെ ഓരോരുത്തരെ വരവേൽക്കണം. അപ്പോൾ അകത്തോട്ട് കയറി വാ മേഡം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വിളിക്കണേ, പത്മ വിളിക്കുകയാണ്. അപ്പോൾ പത്മ വിളിക്കുമ്പോൾ എനിക്കൊരു അതിഥി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാറിൽ നിന്നും ഇറക്കി കൊണ്ടുവരുന്നത് നന്ദിനിയായിരിക്കും കേട്ടോ. നന്ദിനി ഇറക്കി കൊണ്ടുവരുമ്പോൾ പത്മ ആകെ കിളിപോയതുപോലെ വട്ടം കറങ്ങി നിൽക്കുകയാണ്. ഇതെനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ്, ഇതൊക്കെ ഒരു കഥയാണ്, അതൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് പത്മ എന്താണ് ഇവിടെ പറയേണ്ടതെന്ന് അറിയാതെ ആകെ പകച്ച് നിൽക്കുന്ന നല്ല കിടിലൻ എപ്പിസോഡാണ് കേട്ടോ.